അത് ഞങ്ങൾ നടത്തും. കാരണം ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടും. അത് മേടിച്ചെടുക്കാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. അത് ഉപയോഗിക്കും, തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഷെൽട്ടറുകൾ തയ്യാറാക്കി. ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുവാണ്, ആളുകൾക്ക് അനുഭവമായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ഇവിടെ ഇവരെന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇവരിങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഒരു തർക്കമില്ലല്ലോ. ജനങ്ങൾക്ക് പോലും ഇപ്പോൾ തർക്കമില്ല. സ്വർണ്ണക്കൊള്ളയും മറ്റു കാര്യങ്ങളും കൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ പാർട്ടിക്കാരാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പൊതുജനങ്ങൾക്കറിയാം എന്താണ് ഇവരെന്നുള്ളത്. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നഷ്ടപ്പെട്ടത് ആർക്കാ? അതെ, ഇവിടെ സാധാരണ പൊതുജനത്തിന് കിട്ടേണ്ട അടുത്തൊരു 50 വർഷത്തേക്ക് ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം പോലെ മെട്രോ പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു വലിയ റോഡ് ഏറ്റെടുക്കുന്ന സമയം വന്നപ്പോൾ അതിനെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലായില്ലേ. അപ്പൊ ഇതാണ് ഈ വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇവരുടെ മനസ്സിൽ. ഇവർ ചിന്തിക്കുന്നതെല്ലാം അവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടാക്കുന്ന തരത്തിൽ അഴിമതി അവരുടെ പുറകിലുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ ഇടപെടുക. അപ്പൊ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ BJPക്ക് വളരെ കൃത്യമായി സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJP അത് പല സമര പരിപാടികളിലൂടെ നോക്കൂ. കഴിഞ്ഞ ഈ ഭരണ സംവിധാനത്തിന്റെ സമയത്ത് 3 പ്രാവശ്യമാണ് BJP അവിശ്വാസം കൊണ്ടുവന്നത്. അപ്പോ ഇതിന്റെ പുറകിൽ BJP വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരുപക്ഷെ നമ്മൾ BJP ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവർക്ക് വേണ്ടി സമരം ചെയ്യുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം അവർക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവർക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അവർക്ക് എന്ത് വിടുപണിയും ചെയ്യാൻ അവരുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, അതിനു വേണ്ടിയിട്ട് അത് വെറുതെ അല്ല, അതിനും നമ്മുടെ മുമ്പിൽ പരസ്യമായിട്ട് അവരത് തെളിയിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ നമ്മളൊരു പക്ഷേ നോർത്തിലൊക്കെ കാണുന്നത് അവിടെയാണ് ഇന്ത്യ സഖ്യമുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു സഖ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. BJP ജയിക്കുന്ന സാഹചര്യം വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവര് പണ്ട് മുതലേ ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ ഈ സഖ്യം പ്രാവർത്തികമാക്കിയിട്ടുള്ള ആളുകളാണ് കേരളത്തിൽ. തൃപ്പൂണിത്തുറയിൽ ഇത് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അത് വെറുതെ അല്ല, അതിനു വേണ്ടിയിട്ടുള്ള എന്താണോ അവർക്ക് ലഭിക്കേണ്ടത് അത് മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടാണ് കോൺഗ്രസ് ഈ പണി ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കോൺഗ്രസിന് 8 സീറ്റാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലുള്ളത്. BJPക്ക് ഇന്ന് 17 സീറ്റുണ്ട്. CPMന് 23 സീറ്റ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് BJPക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ നടപടിക്രമം എല്ലാവർക്കും അറിയാമല്ലോ. കൗൺസിലർമാര് വോട്ട് ചെയ്തിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരിൽ 17 സീറ്റുള്ള ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 8 സീറ്റുള്ള ഒരാൾക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയെ ജയിപ്പിക്കാൻ സാധിക്കുക? പരസ്യമായിട്ട് വോട്ട് ചെയ്തതല്ലേ ഇവര്. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭരണ സംവിധാനം വന്ന സമയത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പരസ്യമായിട്ട് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലേ. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇരുന്നിരുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അപ്പൊ അത് കൊടുത്തതിനനുസരിച്ച് ഇവർ ചെയ്യുന്ന മുഴുവൻ അഴിമതികൾക്കും ഇവർ ചെയ്യുന്ന എല്ലാ കെടുകാര്യസ്ഥതകൾക്കും ഇത്തരത്തിലുള്ള മുഴുവൻ വികൃതമാക്കിയിട്ടുള്ള തൃപ്പൂണിത്തുറയെ വികൃതമാക്കിയിട്ടുള്ള വികസന മാതൃകൾക്കെല്ലാം കൂടെ കുടപിടിച്ച് കൂട്ടു നിന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾക്ക് സാധിക്കുക, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് സാധിക്കുക, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിശ്വാസം കൊണ്ടുവരാനാണ് ഞങ്ങൾക്ക് സാധിക്കുക, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിലെല്ലാം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് തൃപ്പൂണിത്തുറയിലെ ഏത് സ്ഥലത്ത് ചെന്നാലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏത് സ്ഥലത്ത് ചെന്നാലും അവർ പറയും ഈ പ്രാവശ്യം BJP ആണ് എന്ന് പറയാനുള്ള കാരണം ഇതെല്ലാം കൂടിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയിൽ വളരെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BJP അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ എത്തും, വലിയ വികസനം അവിടെ വരും എന്ന് കൃത്യമായി BJP പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തൃപ്പൂണിത്തുറയിൽ BJPയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു വലിയ നല്ല രീതിക്കുള്ള ഇടപെടൽ ഇവിടേക്ക് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയെ ഏതൊക്കെ രീതിയിൽ വികസിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത്
ഒരു നോക്കൂ, ഇത് തൃപ്പൂണിത്തുറയിൽ ഇപ്പം മെട്രോയുടെ കാര്യം പറഞ്ഞ സമയത്ത് തൃപ്പൂണിത്തുറ മെട്രോ ചെന്ന് നിൽക്കുന്നത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വലിയ ബസ് ടെർമിനൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. നിരന്തരമായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ ബജറ്റുകളിലും ഇതിനു വേണ്ടിയിട്ട് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. അതിനുവേണ്ടി സ്ഥലം കണ്ടെത്താനൊന്നും ഇതുവരെയുള്ള ഭരണ സംവിധാനങ്ങൾക്കായിട്ടില്ല. 100 കോടി രൂപയോളം വരുന്ന പ്രൊജക്റ്റാണത്. കാരണം എനിക്ക് തോന്നുന്നു എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ട്രാവലിംഗ് ഹബ്ബായിട്ട് അത് മാറും. ശരിയല്ലേ? കാരണം മെട്രോ വന്ന് നിൽക്കുന്ന ഒരു പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ അത്രയധികം സാധ്യതകളുള്ള കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന, ഒരു പക്ഷേ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി പിറവം പോലെയുള്ള കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, വൈക്കം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം ദീർഘദൂര ബസ്സുകളടക്കം, ടൗണിലേക്കുള്ള ബസ്സുകളടക്കം എല്ലാം വരാൻ സാധിക്കുന്ന ഒരു ബസ് ടെർമിനൽ കൂടി അതിനോടൊപ്പം ചേർന്നാലുള്ള സാധ്യത എത്രയാണ്. അപ്പോൾ വലിയ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നടപ്പിലാക്കാൻ ആർക്കാണ് സാധിക്കുക? ഇന്ന് അതിനുള്ള സാമ്പത്തിക ഭദ്രത ആർക്കാണുള്ളത്? BJPക്ക് അല്ലാതെ എങ്ങനെയാണ് സാധിക്കുക? നരേന്ദ്രമോദിയുടെ സർക്കാരിനല്ലാതെ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഇത് BJPക്കാണ് ചെയ്യാൻ സാധിക്കുക. ഇതൊരു സൈഡിൽ കിടക്കുകയാണ്. ഇത് അത്തരത്തിലുള്ള വലിയ വികസനം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ, തൃപ്പൂണിത്തുറയുടെ മുഖത്തെ മാറ്റാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു സൈഡിലുണ്ട്. പക്ഷെ ഇതെല്ലാം നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കല, സാംസ്കാരികം, പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് വികസനത്തെ കൊണ്ടുപോകണം. ഇതിനെല്ലാം സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായും. അപ്പം അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ തെരുവുനായ ശല്യത്തിന്റെ വിഷയം അവിടെ നിൽക്കുകയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പോളപ്പായൽ പോലെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു വിഷയം നിൽക്കുകയാണ്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മളിവിടെ തൃപ്പൂണിത്തുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള നമ്മുടെ ഇരുമ്പ് പാലം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ പഴക്കം ചെന്ന പാലം എന്നുള്ള നിലയ്ക്ക് അത് സംരക്ഷിക്കപ്പെടണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പുരാവസ്തു എന്നുള്ള നിലയിൽ സംരക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു അവിടെ വലിയ സൗകര്യമുള്ള സാധാരണ ഒരു റോഡ്, ഒരു പാലമാണ് വരേണ്ടതെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചാണ്. പക്ഷെ ആ സ്ഥലത്ത് നമ്മൾ ഇന്ന് ചെന്നാൽ അവിടെ പോളപ്പായലുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് വലിയൊരു അന്തരീക്ഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാത്ത മത്സ്യത്തൊഴിലാളികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന വലിയ അന്തരീക്ഷമാണ്. അതായത് നല്ല ഈ വയലോലകളിലൊക്കെ പച്ചപ്പ്, നല്ല പച്ചപ്പുള്ളതുപോലെ അതേപോലെ ഇരിക്കും. ഓളപ്പായൽ വന്ന് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കൂടിയൊക്കെ ചിലപ്പോൾ ഈ നായ്ക്കൾക്കൊക്കെ നടന്നു പോകാൻ പറ്റുന്ന അത്രയും കട്ടിയിലാണ് ഇത് ഉണ്ടാവുക. അതിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ, തൃപ്പൂണിത്തുറയിൽ ചെന്നാൽ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നത് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ കാണാത്ത മറ്റൊരു വശമുണ്ട് ഇതിൽ. നോക്കൂ, അവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, അവർക്ക് വള്ളം ഇറക്കാൻ പറ്റാതെ, മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാതെ അവരുടെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥയാണ്. ദൈനംദിന അവരൊക്കെ അന്നുള്ള കാര്യങ്ങൾ, അന്നന്ന് മത്സ്യബന്ധനം, പുഴയിൽ പോയി മത്സ്യബന്ധനം നടത്തി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി അത് ലേലത്തിനിട്ട് അല്ലെങ്കിൽ അത് വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ വള്ളം ഇറക്കാതെ എങ്ങനെയാണ്, പുഴ കാണാതെ എങ്ങനെയാണ് മീൻ പിടിക്കുക? അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ എങ്ങനെ കാണുന്നു, ഒരു ഭരണ സംവിധാനം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഈ പോളപ്പായൽ വിഷയത്തിൽ നിരന്തരമായിട്ട് തൃപ്പൂണിത്തുറയുടെ ഒരു അതിർത്തി നിങ്ങൾക്കറിയാമല്ലോ. ഒരു സൈഡിൽ നിങ്ങൾ വരുമ്പോൾ പേട്ട മുതൽ ഒരു സൈഡിൽ ചമ്പക്കര കനാൽ വരെ കിടക്കുന്ന ഒരു പുഴ കിടക്കുവാണ്. മറ്റൊരു സൈഡിൽ കോണോത്ത് പുഴ പോലെയുള്ള ഒരു പുഴ കിടക്കുവാണ്. ഉദയംപേരൂർ ഒരു സൈഡിലേക്ക് ചെന്നാൽ കായലിന്റെ ഭാഗം കിടക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ദ്വീപ് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. തീരദേശങ്ങൾ നിരവധിയായിട്ടുള്ള, എല്ലാ ഭാഗത്തും തീരദേശ മേഖല വരുന്നൊരു ഏരിയയാണ്. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുള്ളൊരു സ്ഥലമല്ലേ. ലക്ഷക്കണക്കിന് അല്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത്രയും ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യം ഒരുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ചോദിക്കുന്ന സമയത്ത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇതേ ഫണ്ടില്ലെന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു വികസന പത്രിക അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വികസന പത്രിക തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളത് തുറന്നു നോക്കൂ. അവിടെ സമ്പാദ്യമായിട്ട്, അതായത് നീക്കിയിരിപ്പായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ 40 കോടി രൂപ നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ വാഗൊണ്ട് ഞങ്ങൾക്ക് 40 കോടി രൂപ വരുമാനം ഉണ്ടെന്ന് പറയാനും പറ്റുന്നുണ്ട്. അതേ വാഗൊണ്ട് നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, നമുക്കിതെല്ലാം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഈ താഴെ നമ്മുടെ സാധാരണക്കാരനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നം പോലെ, തെരുവുനായ ശല്യം പോലെ, തെരുവുനായ ശല്യത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്, ABC പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടെന്നുള്ള അറിയാം. പക്ഷേ ഈ ഫണ്ടൊക്കെ എവിടെ പോകുന്നു എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. അതാണ്, ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, നോക്കൂ, അവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് ഈ ഇലക്ഷൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ആണെന്ന് പറയേണ്ടി വരും, കഴിഞ്ഞിടയ്ക്ക് അവിടെ ഒരു ABC പ്രോഗ്രാം നഗരസഭയുടെ, കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള ആകെ ഒരു തദ്ദേശ സ്ഥാപനം മാത്രമേ ABC പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. തൃപ്പൂണിത്തുറ നടപ്പിലാക്കുന്നു, ഞങ്ങൾ തനതായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കുന്നു ABC പ്രോഗ്രാമിന് വേണ്ടി. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അത് പോയിട്ട് എടുക്കണം, എന്താണ് അവർ നടപ്പിലാക്കിയെന്നുള്ളത്. അവിടെയുള്ള മൃഗാശുപത്രിയുടെ സൈഡിൽ ഒരു പട്ടിക്കൂട് പണിതിട്ട് ഞങ്ങൾ അത് ഒരു നാട വെച്ച് മുറിച്ച്, എന്നിട്ട് അത് ഞങ്ങൾ ABC പ്രോഗ്രാം നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ എത്ര തെരുവ്. നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ ഒരു 9 മണി, രാത്രി 9 മണിക്ക് ശേഷം ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ വെളുപ്പിനെ ഒരു നടക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയുടെ ഏതെങ്കിലും തെരുവുകളിൽ കൂടി നടന്നു പോകും, വിവരം അറിയും. അത്രയും ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള തെരുവുനായ ശല്യമുണ്ട് തൃപ്പൂണിത്തുറയിൽ. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇലക്ഷൻ വന്നതുകൊണ്ട് ചെയ്തൊരു പ്രവർത്തനമാണ് ആ സമയത്ത് പോയി ഒരു ABC പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. ഒരു നമ്മൾ നടപ്പിലാക്കിയതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ തെരുവുനായ്ക്കളെ പിടിക്കുന്നു, വന്ധ്യംകരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം, ABC പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോൾ, അതിനെ കൊണ്ടുപോയി വന്ധ്യംകരിച്ച് അതിനെ തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയി വിടുന്ന ഒരു പദ്ധതിയാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വലിയ, പലപ്പോഴും ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സർജറിക്ക് ശേഷം നായ്ക്കൾക്ക് വലിയ വേദന ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് 2-3 ദിവസം അതിനെ ഷെൽട്ടറിൽ നിരീക്ഷിച്ച് അതിന് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് അത് നോർമൽ ആയതിനു ശേഷം മാത്രമേ തിരിച്ചു വിടാൻ പാടുള്ളൂ എന്നാണ്. ഇവരെന്താ ചെയ്യുന്നത്? ആകെ അതിന് വേണ്ടിയിട്ട് ഒരു പട്ടിക്കൂടേ ഉള്ളൂ. ഇത് പിടിച്ചുകൊണ്ട് വന്ന നായ്ക്കളെയൊക്കെ വന്ധ്യംകരിക്കുന്നു, അവിടെ ഇടാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല, തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിട്ടു. നായ്ക്കളെ സംബന്ധിച്ച് എന്താ? നായ്ക്കളെ സംബന്ധിച്ച് പിന്നെ വരുന്നവനെല്ലാം അതിന് പിടിക്കാൻ വന്നിട്ടുള്ള ആളുകളല്ലേ, അത് കടിക്കും. നിങ്ങളിപ്പോ അത് നടന്നിട്ടുള്ള സ്ഥലങ്ങളില്, തൃപ്പൂണിത്തുറയില് എരൂര് പ്രദേശത്താണ് അത് ഇവര് നടപ്പിലാക്കിയത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ. അവിടെ കണിയാമ്പുഴയിലൊക്കെ പോയി അന്വേഷിച്ചാൽ, അതിന്റെ പ്രദേശങ്ങളിൽ പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, 5ഓളം പേരാണ് ഇത് ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ കടി കിട്ടിയത്. ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുവാണ്, ആളുകൾക്ക് അനുഭവമായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ഇത് എന്താണ്? ABC പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻറ്റുകൾ എന്തുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്നില്ല? ഇതിന് വലിയ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കില്ല. തെരുവുനായ ശല്യം BJP, അതാണ് ഞങ്ങൾ പറയുന്നത്, 3 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ നാളെ പോയി മുഴുവൻ തെരുവുനായ്ക്കളെയും പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നല്ല പറയുന്നത്. സമയം എടുക്കുന്ന കാര്യമാണ്, കാരണം ഒന്നും ഇവിടെ ചെയ്തു വെക്കാത്തതുകൊണ്ട് സമയം എടുക്കുന്നത്. പക്ഷെ 3 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഷെൽട്ടറുകൾ തയ്യാറാക്കി അതിനെ അവിടെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് 3 വർഷക്കാലം കൊണ്ട് പൂർണ്ണമായിട്ടും തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് കൃത്യമാണ്, അത് ഞങ്ങൾ നടത്തും. കാരണം ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടും, അത് മേടിച്ചെടുക്കാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. അത് ഉപയോഗിക്കും, തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയെ പോലെ ഈ പറയുന്ന പോലെ ABCയുമായി ബന്ധപ്പെട്ട ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഫണ്ട് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അത് വകമാറ്റിയോ എന്തായി എന്നുള്ളതാണ് പൊതുജനങ്ങൾ അന്വേഷിക്കുന്നത്. ആ തരത്തിലൊരു കാര്യം എന്തായാലും BJPയുടെ ഒരു ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളിത് BJP ഒരു ഭരണ സംവിധാനം വരുന്നു, ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങളോട് നടത്തുന്നു. അങ്ങനെ ഇത് നരേന്ദ്രമോദി അവിടെ ചെയ്യുന്നു, അത് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഇവിടെ ചെയ്യുക, അതല്ലല്ലോ. അത് ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടത് തൃപ്പൂണിത്തുറയുടേതായിട്ടുള്ള വികസന പദ്ധതികളും അതിന്റെ രീതിയുമാണ്. രീതി എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃപ്പൂണിത്തുറയുടെ കലാപാരമ്പര്യം, അതിൻ്റെ ആ രീതികളെല്ലാം തുടരണം. പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംസ്കാരത്തെയും എല്ലാം സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ മെട്രോ സിറ്റി ആയിട്ട് വളരുകയും വേണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കും. ഇത് വെറുതെ അല്ലാതെ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ അപ്പെക്സ് ബോഡി വളരെ ആക്റ്റീവാണ്.
അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഘടനകൾ TPFC പോലെ പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ, അങ്ങനെ ക്രിക്കറ്റ് ക്ലബ്ബുകൾ, ലെജൻസിന് വേണ്ടിയിട്ടുള്ള സീനിയർ ആളുകളുടെ ക്രിക്കറ്റ് ക്ലബ്ബുകൾ, ഏതാണ്ട് 300ഓളം ക്ലബ്ബുകളുണ്ട് തൃപ്പൂണിത്തുറയിൽ. അത്രയും ആക്റ്റീവായിട്ടുള്ള സംഘടനകൾ, പൊതുസംഘടനകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും വളരെ കാഴ്ചപ്പാടുള്ള ആളുകളുടെ ഒരു സമിതിയെ തയ്യാറാക്കി അവരെടുക്കുന്ന തീരുമാനങ്ങൾ, തൃപ്പൂണിത്തുറയുടെ വികസനം മാത്രം കാഴ്ച മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അവരെ പോലെയുള്ള ആളുകളുടെ ഒരു ടീമിനെ, ഒരു ഉപദേശക സമിതിയെ ഞങ്ങൾ കണ്ടെത്തും. ഞങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു. ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ നിന്നാണ് ഞങ്ങൾ വികസന പത്രികയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എടുക്കുന്നത്. ആ ടീമിനെ അതേപോലെ തന്നെ നിലനിർത്തി അവരെ കൊണ്ട് അവരുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അത് നടത്തി കൊടുക്കുന്ന ഒരു ടീം മാത്രമായിരിക്കും ഭരണ സംവിധാനം. അല്ലാതെ BJPയുടെ കാഴ്ചപ്പാടുകൾ മാത്രം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു തീരുമാനമില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാട് വികസനമാണ്, വികസിത തൃപ്പൂണിത്തുറ എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഡബിൾ എഞ്ചിൻ ഒരു സർക്കാർ എന്ന് പറയുന്ന സർക്കാരിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന അതേ കാഴ്ചപ്പാടുള്ള വികസനം എന്ന് പറയുന്നത് മാത്രം കാഴ്ചപ്പാടായിട്ടുള്ള അതേ സംവിധാനം, ഭരണ സംവിധാനം തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ വരേണ്ടത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. ആ ജനങ്ങളുടെ മനസ്സിനനുസരിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും BJP ഇതുവരെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും.